ഡോക്ടർ വേലുമണി എന്നുള്ള ഒരു ആളുടെ പ്രൊഫൈലാണ് കണ്ടത്. അതിൽ വന്ന ഒരു വീഡിയോ ആണ്, ഒരു ഷോർട്ട് വീഡിയോ. After marriage, first 10 years, what you see is not love. Only after 25 years of married life, the true love starts. This is not known to the society. There are many who hated. They wanted to divorce, they wanted to run away. But then after some time, they realize, oh God, what a nice person I've got. It takes time. It's never within weeks, months. It takes years. ഇപ്പോൾ നിയർലി 11 മില്യൺ വ്യൂസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 400,000 ലൈക്സും പിന്നെ ഇഷ്ടംപോലെ കമൻസും. മാത്രമല്ല ഇദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് ആണെന്നും ഒരു ഇഷ്ടംപോലെ മില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്തും എന്നുമാണ് ക്ലെയിം ചെയ്യുന്നത്. അതെ. അപ്പോൾ ഈ ഒരു വിഷയം വായിച്ചപ്പോൾ ഇത്രയും ഒരു ബ്ലണ്ടർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ തോന്നിയത്. ബ്രോയുടെ അഭിപ്രായം എന്താണ് ആക്ച്വലി കേട്ടതിനെ കുറിച്ച്? ഞാൻ കേട്ടതിനെ കുറിച്ചുള്ള അഭിപ്രായം പ്രിലിമിനറി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരാൾ അയാളുടെ 20 വർഷത്തോളം സഫർ ചെയ്യണം എന്നുള്ളതാണ്. കാരണം അവർക്ക് ഓടണമെന്ന് തോന്നും, അവർക്ക് ജീവിതം മതിയാക്കിയാൽ എന്തെന്ന് തോന്നും. ആ ഒരു രീതിയിലാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ ഈ 20 വർഷത്തോളം ഡിവോഴ്സ് ചെയ്യണം, ജീവിതം മതിയാക്കണം, ഓടണം എന്നൊക്കെ തോന്നി ജീവിച്ചിട്ട് ലാസ്റ്റ് 20 വർഷം കഴിയുമ്പോൾ നമ്മൾ സബ്മിസീവായിട്ട് നമ്മൾ അവരെ കൂടെ അവർക്ക് അന്നേരമാണ് നമ്മൾ മനസ്സിലാക്കുക, ട്രൂ ലവ് വരുമെന്നാണ് യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കുന്നത്. ഓ, ഇത്രയും നല്ല ആളായിരുന്നു ഇയാൾ എന്ന് മനസ്സിലാക്കുന്നത് എന്നാണ് പുള്ളി പറയുന്നത്. തീർച്ചയായിട്ടും റിയലി സ്പീക്കിംഗ് ഒരു 20 വർഷത്തോളം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും സഫറിങ് ചെയ്യുന്നത്? 20 വർഷത്തെ സ്ട്രെസ്സ് നമുക്കറിയാം. സയൻറ്റിഫിക്കലി സ്പീക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് കുറച്ച് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പണ്ട് എനിക്കും അറിയത്തില്ലായിരുന്നു, ഞാൻ വിചാരിച്ചത് ചുമ്മാ പറയുന്നതായിരിക്കും. പക്ഷേ സ്ട്രെസ് എന്ന് പറയുന്നൊരു സംഭവം പല അസുഖങ്ങളുടെയും നമ്മുടെ ഫുൾ ബോഡിയുടെ ഇൻഫ്ലമേഷൻ്റെ ഒക്കെ കാരണമാണ് സ്ട്രെസ്സ്. നമുക്കറിയാം, മാനസിക അസുഖമായാലും ശാരീരിക അസുഖങ്ങളായിട്ടുള്ള ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പിന്നെ ലങ്സിൻ്റെ പ്രോബ്ലംസ്, ഗട്ടിൻ്റെ പ്രശ്നങ്ങൾ, വയറിൻ്റെ പ്രശ്നങ്ങൾ, ഇതിലൊക്കെ തന്നെ സ്ട്രെസ്സിനൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടുണ്ട്. അപ്പൊ ഇത്രയും നാള് സ്ട്രെസ്സായിട്ട് ഒരാൾ ജീവിക്കുന്നു, ഒളിച്ചോടണോ, എന്ത് ചെയ്യണം, ഡിവോഴ്സ് ചെയ്യണോ എന്നൊക്കെ അറിയാതെ ജീവിക്കുകയും ആദ്യത്തെ 10 വർഷം ആദ്യത്തെ 10 വർഷം നമുക്ക് വെറുപ്പായിരിക്കും. വെറുത്ത് മറ്റേ അഴകിയ രാവണനിൽ പറയണല്ലോ, വെറുപ്പിന്റെ അവസാനം സ്നേഹമായി മാറുന്നു എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതെ. പക്ഷെ ഇത് എന്താണ് ഇതിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഇതെന്തൊരു സ്റ്റുപ്പിഡിറ്റി ആയിട്ടല്ലേ ബ്രോയ്ക്ക് തോന്നുന്നത്? അത് എന്താണ് തോന്നുന്നത്? അതാണ് എനിക്ക് അറിയേണ്ടത്. അല്ല, ഇതിനകത്ത് പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു ആസ്പെക്ട് സത്യസന്ധമാണ്. അതായത് ആ ആസ്പെക്ട് ഇതാണ്. അതായത് ഒരു മനുഷ്യനെ ഇപ്പൊ പ്രത്യേകിച്ച് അറേഞ്ച്ഡ് മാരേജ് ഒക്കെ ആണെങ്കിൽ, അറേഞ്ച്ഡ് മാരേജിനെ കുറിച്ചായിരിക്കാം പുള്ളി പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതൊരു ലവ് മാരേജിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം അത് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോഴായിരിക്കും. ഡിപ്പെൻഡ്സ് ഓൺ എത്ര നാൾ അവർ ലവ് ചെയ്തു എന്നനുസരിച്ചായിരിക്കാം ഉണ്ടാവാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ലിവിങ് ടുഗദർ ചെയ്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ ബ്രോ പറയുന്നതിന് സാധ്യത. പക്ഷെ ലവ് എന്നൊക്കെ പറഞ്ഞ ഇന്നത്തെ ഒരു കൺസെപ്റ്റിൽ എനിക്ക് തോന്നുന്നു മാച്ച് ആവും ബ്രോ പറയുന്ന പോലെ. കാരണം പഴയ ഒരു കൺസെപ്റ്റിൽ അത് വർക്ക്ഔട്ട് ആവാൻ ഒരു ചാൻസ് ഇല്ല. ഞാൻ ആലോചിക്കുന്നത് അതെ, ഒരു ലവ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, കുറെ നാള് അറിയുന്ന, കണ്ട, മനസ്സിലാക്കിയ ഒരാൾ. അപ്പം ഏകദേശം ഇന്നത്തെ കാലത്ത് എന്ന് പറയാൻ, പഴയ കാലത്താണ് ഒബ്വിയസ്ലി ഇവർ തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങളൊന്നും നടക്കത്തില്ലാത്ത അവസ്ഥ. ഇന്നിപ്പോ ശാരീരിക ബന്ധം മുതൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് കൊണ്ടുള്ള ഒരു ആസ്പെക്റ്റിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത്രയും നാൾ ഒരുമിച്ച് അറിയാവുന്ന ഒരാള് വരുമ്പോ സത്യം പറഞ്ഞാൽ അവിടെ പിന്നെ പുതിയതായിട്ട് കുറെ നാളും കൂടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത്രയും നാൾ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ് ലൈഫ് തുറന്ന്. അതേസമയം ഇപ്പൊ ഒരു അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ ശരിയാണ്, ഇപ്പൊ തുടങ്ങുന്നു, അറേഞ്ച്ഡ് മാരേജിലേക്ക് വരുന്നു. വന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച്ഡ് മാരേജിന്റെ ബിഗിനിങ്ങിൽ ഒത്തിരി ടർബുലൻസിലൂടെ പോയ ആളാണ് ഞാൻ. പക്ഷെ ഈ ടർബുലൻസ് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ആ ടർബുലൻസ് ഒക്കെ മാറി നമ്മൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുകയും മറ്റൊരാളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു സമയമുണ്ട്. അതിന് ഐ തിങ്ക് ഇറ്റ് ടേക്സ് ടൈം. ആ ഒരു ആസ്പെക്ടില് പുള്ളി പറയുന്നത് ശരിയാണ് കുറച്ചൊക്കെ ആണ്. പക്ഷെ ഇത്രയും വർഷം എന്നുള്ള ഒരു ആസ്പെക്ട് ആണ്, ആ വർഷമാണ് ടൈമിംഗ് ഇടുന്നതിലാണ് എനിക്ക് തെറ്റ്, എനിക്ക് ഞാൻ യോജിക്കാൻ പറ്റാത്തത്. കാരണം ഇപ്പം ഒരാൾക്കും പറയാൻ 10 വർഷം 20 വർഷം വെയിറ്റ് ചെയ്യണമെന്നൊക്കെ. മാത്രമല്ല, 2 ആസ്പെക്ട് ഉണ്ട്. ഒന്ന്, ഈ സഫർ ചെയ്ത് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഒരു മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നുന്നു. അതിന്റെ ഒപ്പം തന്നെ ബ്രോ എനിക്കിതിൽ കാണുന്ന ഒരു നെഗറ്റീവ് ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആലോചിച്ച് നോക്കേണ്ട ഈ ഗ്യാസ് ലൈറ്റിംഗ് പോലുള്ള സംഭവങ്ങൾ നമുക്കറിയാമല്ലോ, ഇമോഷണലി ഒരാളെ നമ്മൾ ഇതാക്കുന്നതാണ്. അപ്പോൾ ഇത് കാണുന്ന ഒരാൾ ഇങ്ങനെയുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായി അവരുടെ പാർട്ട്ണർ കാണിച്ചു വിടുന്ന കണ്ടോ, അറിവുള്ളവർ ഇന്നൊരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ് ആണ് ഞാൻ പറയുന്നത്. ഏതോ ഒരു അറിവുള്ള മനുഷ്യൻ പറയുന്നതാണ്, കണ്ടോ 20 വർഷം, അപ്പോൾ നീ സ്ട്രഗിൾ ചെയ്തെല്ലാം
ഓക്കെയാണ്, കണ്ടോ ഇപ്പൊ മനസ്സിലാവുന്നില്ലേ എന്ന് പറയുന്ന ഒരു ലെവലിലേക്കാണ് ഇതിന്റെ ഒരു ഇത് പോകുന്നത്. എനിക്കിത് കാണുമ്പോൾ തോന്നുന്ന നെഗറ്റിവിറ്റി അതാണ്. കാരണം നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് വെറും സ്റ്റുപ്പിഡിറ്റി. അതായത് ഇങ്ങനെ സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു റീഅഷുറൻസ് ആണ്. അതെ, പേടിക്കേണ്ട, നിങ്ങളുടെ ലൈഫ് അപ്പൊ ഓക്കെ ആയിരുന്നു. എക്സാക്ട്ലി. അല്ല, ഇനി കുറച്ചാളൂടെ കഴിയുമ്പോൾ 10 വർഷം ആയിട്ടില്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ ഓക്കെ ആവും. റോങ് ആണ്. കാരണം ടോക്സിക് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഈ ഒരു മെസ്സേജ് കിട്ടുമ്പോൾ അവനൊരു പോസിറ്റിവിറ്റിയാണ്. അത് ശരിയാ, അപ്പൊ എനിക്ക് പ്രശ്നമല്ല, കാരണം 10 വർഷമൊക്കെ കണ്ടില്ലേ, ഏതോ അറിവുള്ള ഒരു വ്യക്തി പറയാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാരേജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു എത്ര നാളൊക്കെ വേണ്ടി വന്നു, അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആസ്പെക്ട് തോന്നിയിട്ടുണ്ടോ? കുറച്ച് നാൾ എടുക്കും. ഡെഫിനറ്റ്ലി ആ ഒരു ആസ്പെക്ട് ബ്രോയോടെ ഞാൻ അഗ്രി. അതായത് ഇപ്പോ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ലവ് മാരേജ് ആയിരുന്നു. പക്ഷെ എന്ന് പറഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഡേ ടു ഡേ കാര്യങ്ങളിൽ നമ്മളുടെ കൂടെ ഒരാളും കൂടെ ഡിസിഷൻ മേക്കിങ്ങിലുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രണയിച്ചെന്ന് പറഞ്ഞാലും ഇറ്റ്സ് ഡിഫറെൻറ്റ് ലൈഫ്. എന്തൊക്കെ പറഞ്ഞാലും അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പ്രേമിക്കുമ്പോൾ നമ്മൾ കൂടുതലും റിയാലിറ്റി ബേസ്ഡ് ഒക്കെ കാര്യങ്ങൾ സംസാരിച്ചാലും റിയൽ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് നിന്ന് അതാണ് ഞാൻ പറഞ്ഞത്, ലിവിങ് ടുഗദർ ചെയ്തവർക്ക് കുറേ ക്ലാരിറ്റി കിട്ടും. ഇതാണ് ഇയാളുടെ രീതി, അല്ലെ, ഇയാളുടെ ഒരു പേഴ്സണാലിറ്റി, അല്ലെ ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് ലവ് മാരേജ് ആയാൽ ഇറ്റ് ടേക്സ് ടൈം. കാരണം ഡെഫിനറ്റ്ലി നമുക്ക് മറ്റേ ആളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരാനുള്ള സമയം ഉണ്ടാവും. എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ ഇദ്ദേഹത്തിന്റെ പ്രായം വെച്ച് നോക്കാം, ഇദ്ദേഹം ഇച്ചിരി പ്രായമുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഫാദറിന്റെ അത്രയില്ലെങ്കിലും ഏകദേശം അതിന്റെ അടുത്തൊക്കെ പ്രായമുള്ള ആളായിട്ടാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പം നല്ല പ്രായമുള്ള ആള് ഒന്ന് ആ കാലഘട്ടത്തിനെ ബേസ് ചെയ്താണ് പുള്ളി പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതിപ്പോ എന്റെ ഫാദറിനോ അല്ലെങ്കിൽ ആ ഒരു തലമുറയ്ക്കോ കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാരണ്ടീഡ് ആയിട്ട് അവർ പറയും ഇത് ശരിയാണല്ലോ, വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. അല്ല, ഇതൊക്കെയാണ് പുതിയ പിള്ളേർ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നുള്ളതിന് ഒരു അപ്പീലും ഇല്ല. അല്ല, ഇതിലെ ലൈക്സ് എല്ലാം അവരായിരിക്കാം, ഒരു 40+ അല്ലെങ്കിൽ ആ ഒരു ഓഡിയൻസ് ആയിരിക്കാം ചിലപ്പോൾ ഇതിനെ ലൈക്ക് ചെയ്ത പോലും, ഷെയർ ചെയ്യുന്ന പോലും അവരായിരിക്കാം എനിക്ക് തോന്നുന്നു. കാരണം ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരാൾ സ്വാഭാവികമായിട്ട് ഇത് കാണുമ്പോൾ സ്റ്റുപ്പിഡിറ്റി എന്ന് റിലേറ്റ് ചെയ്യുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അതാണ് എനിക്കും ഇതിൽ തോന്നിയൊരു കാര്യം. കാരണം നമ്മൾ ഇതുപോലുള്ള അനാവശ്യമായ ഒരുപാട് പേര് വീഡിയോസ് എടുത്ത് ഇറക്കി ഇടുന്നുണ്ട്. സംഭവം അതിന്റെ മ്യൂസിക് കേട്ടില്ലേ, വളരെ മറ്റേ ഈ കാലയിലെ ഒരു ഇമോഷണൽ പാട്ടും അതിൻ്റെ കൂടെ പുള്ളി ഇരിക്കുന്ന ഒരു ഗൗരവവും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നാച്ചുറലി ഫീൽ ചെയ്തു ഇത് ഏതോ സംഭവം വലിയൊരാളാണ് ഈ പറയുന്നത്. അപ്പോൾ അത് അക്സെപ്റ്റഡ് ആണ്. മാത്രമല്ല നിങ്ങൾക്ക് ഒരു വീഡിയോ വൈറൽ ആവണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഈസിയാണ്. എന്താണെന്നറിയോ ചെയ്യേണ്ടത്? ഒരേ ഒരു കാര്യമുള്ളൂ, മറ്റുള്ളവർ പറയുന്നതിനും സമൂഹത്തിന് ഇതായിട്ട് പറയുന്നതിനും ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ലിബറലിസം എന്ന് പറയുന്ന സംഗതിയാണ് ഇപ്പൊ നടക്കുന്നത്. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും ഇതുള്ള ഒരു അവസ്ഥ. ഈ അവസരത്തിൽ അതിനെ ഓപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതല്ല ശരി എന്ന് പറയുന്ന 1-2 സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞാൽ തന്നെ സംഗതികൾ കാര്യമായിട്ട് പോകും. അല്ല, തീർച്ചയായിട്ടും ബ്രോ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു ഫെമിനിസം എന്ന് പറയുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ ഒരു ഇപ്പൊ തന്നെ ഇഷ്ടം പോലെ ഇംഗ്ലീഷിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആൻഡ്രൂ ടേറ്റ പോലുള്ള ആൾക്കാരുണ്ട്. ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? സൊസൈറ്റിയിൽ പലരും അതൊന്നും ശരിയല്ല എന്ന് പറയുന്നിടത്ത് ഇത് ശരിയാണ് എന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നിടത്താണ് അവന്മാർ വൈറലാവുന്നത്, അല്ലേ? യു ജസ്റ്റ് ഹാവ് ടു ബി ഡിഫറെന്റ് ടു ബി ഫേമസ്, അത്രേ ഉള്ളൂ. ഇതിപ്പം എനിക്ക് ഈ പുള്ളി എത്ര വലിയ ആളാണെന്നോ ആരെന്നോ എനിക്കും അറിയില്ല. ബട്ട് എനിവേ ഐ ഫെൽ ലൈക്ക് ഇറ്റ്സ് എ ഗിമിക് എന്നുള്ളൊരു ഫീലിലാണ് തോന്നിയത്. കാരണം ഈ പറഞ്ഞതിന് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫുൾ അടിച്ച് ഞാൻ ആ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ആകെപ്പാട് 5 വീഡിയോസേ ഉള്ളൂ. അതിൽ ഇതാണ് ഏറ്റവും കൂടുതൽ റീച്ച് ഉള്ളത്. പക്ഷേ ഈ ഒരൊറ്റ ഷോർട്ട് വീഡിയോ കൊണ്ട് ഇതുകൊണ്ട് ക്ലാരിറ്റി ഇല്ല. അപ്പം പുള്ളിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും അത് ഇലാബറേറ്റ് ചെയ്ത് കൂടെ ഇട്ടിരുന്നെങ്കിൽ അത് നമുക്ക് റെഫർ ചെയ്തിട്ട് പറയാം, മേ ബി ഇയാൾ പറയുന്ന ആസ്പെക്ട് ഇതാണ് റീസൺ. ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇടുമ്പോൾ ഇറ്റ്സ് എ മിസ്ലീഡിംഗ് വീഡിയോ എന്നുള്ളൊരു സാധനമാണ് എനിക്ക് തോന്നിയത്. അപ്പം അതുകൊണ്ട് ആണ് നമ്മൾ എന്തായാലും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ. ഞാൻ അതിനെ മിസ്ലീഡിംഗ് എന്ന് ഞാൻ പറയത്തില്ല. കാരണം എനിക്ക് തോന്നുന്നത് അത് അയാളുടെ പ്രായം, ആ കാലഘട്ടം, അപ്പൊ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിലത്. ഇന്നത് വളരെയധികം സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസ് ആയാലും മാത്രമല്ല ഫെമിനിസത്തിന്റെ വരവായാലും മൊത്തത്തിൽ എല്ലാം കൊണ്ടും കാലഘട്ടത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ മാറ്റങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു വാചകമല്ല അദ്ദേഹത്തിന്റേത്. അയാളുടെ കാലഘട്ടത്തിൽ ഇരുന്ന് അയാൾക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പറയണ ശരിയാണെങ്കിലും അയാൾ പറഞ്ഞ അങ്ങനെയല്ല. പക്ഷേ അയാൾ പറയണെന്ന് ലോട്ട് ഓഫ് പീപ്പിൾ ഡോണ്ട് നോ, നിങ്ങൾക്ക് ആർക്കും ഇത് അറിയത്തില്ല. അതായത് 20 വർഷം എടുക്കും ഫോർ ദ ട്രൂ ലവ് എന്നൊക്കെ പറയുന്നിടത്ത് ഈ മേക്കിംഗ് എ സ്റ്റേറ്റ്മെന്റ്, ഓഫ് കോഴ്സ് അവിടെയാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം എന്റെ പോയിന്റ് ഓഫ് വ്യൂ അയാളുടെ ഒരു ഇതാണ്. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒരു കാര്യം ഞാൻ പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കണമെങ്കിൽ വെറുതെ ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. ബട്ട് ഇഫ് ഐ മേക്ക് ഇറ്റ് ആസ് എ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് എന്റെ പോയിന്റ് ഓഫ് വ്യൂ, ഇത് റൈറ്റ് ആണ് എന്ന് ഞാൻ ഗാഢമായി വിശ്വസിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ അത് വിശ്വസിക്കണോ വേണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കണോ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്.
തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിന്റെ പ്രശ്നം അവിടെയാണ് ബ്രോ. എന്താ വെച്ചാൽ ഇഷ്ടം പോലെ കൺഫ്യൂസിങ് മെസ്സേജസ് ആണ്. അപ്പൊ ഇനി വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ മെസ്സേജിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കായിട്ടാണ് പോകുന്നത്. അല്ല 100%. കാരണം വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഇന്നത്തെ മീഡിയാസിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതുപോലുള്ള സാധനങ്ങളാണ് ബ്രോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അല്ല എൻ്റെ ഒരു അറിവിൽ 25 വർഷം എടുക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇതാരാ പറഞ്ഞ അത് ഒരു പുള്ളി അതാരാ അത് അറിയില്ല. പക്ഷെ അതെന്താണ് അതെനിക്കറിയില്ല. മാത്രമല്ല സംഭാഷണം നടത്തുന്നത് നിങ്ങൾ തന്നെയാണെങ്കിലും നമ്മളാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, സംഭാഷണങ്ങളടക്കം പറയുന്നുണ്ട്, മറ്റേ പുള്ളി പറഞ്ഞു കേട്ടില്ലേ. എക്സാക്ട്ലി അതാണ് ഞാൻ പറയുന്നത്. അവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ആൻഡ്രൂ ഹിബർമാൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഹീസ് എ സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഇന്ന ഒരു സാധനം പഠിക്കുന്ന ഒരാൾ വാട്ടെവർ. അപ്പോൾ അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അയാൾ പറയുന്നതിന് റെലവൻസ് ഉണ്ട് എന്ന് പറയുന്നിടത്ത് നമുക്ക് യോജിക്കാം. പക്ഷേ പെട്ടെന്ന് ഒരു സുപ്രഭാതമാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പ്രൊഫൈൽസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. മേ ബി ഹീസ് ദാറ്റ് പേഴ്സൺ, ശരിയായിരിക്കാം. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇപ്പം കല്യാണം കഴിഞ്ഞ് നമ്മൾ ആ പോയിന്റിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒത്തിരി സമയമൊന്നും വേണ്ട ഒരാൾക്ക് മനസ്സിലാക്കാൻ. തീർച്ചയായും. കാരണം ഒരാളുടെ ട്രൂ സ്വഭാവം പുറത്ത് വരണ 3-4 മാസമോ 6 മാസമോ ഒക്കെ മതി. 6 മാസം 1 വർഷം കഴിയുമ്പോഴാണ് ഒരു സയൻസിൽ ഒരു ഇടയ്ക്കൊരു കോൺവെർസേഷനിൽ ഞാൻ കേട്ടാണ് ഏകദേശം 1 വർഷമൊക്കെ കഴിയുമ്പോൾ വാട്സപ്പ് ലേഡി അല്ലല്ല ഞാൻ സയൻസ് ആണ് എല്ലാം ഫോളോ ചെയ്യുന്നത്. അപ്പം ആ റിസർച്ച് നടത്തിയതിന്റെ എന്തോ ഇതിൽ സംഭവം പറഞ്ഞാണ് അവര് പറഞ്ഞൊരു സംഭവമാണ് ഞാൻ കേട്ടത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവര് പറഞ്ഞത് 1 വർഷമൊക്കെ കഴിയുമ്പോഴത്തേന് സത്യം പറഞ്ഞ ആ മാരേജിന്റെ ഒരു ഇതൊക്കെ പോയി തുടങ്ങും. 7 years കഴിയുമ്പോഴത്തേന് റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ് ഏകദേശം കുറെ ബോറായി തുടങ്ങും ലൈഫ് രണ്ടുപേരും ഒരേ രീതിയിലൊക്കെ ആയി ബോറായി തുടങ്ങും. അവിടെയൊക്കെയാണ് ഈ 7 years കഴിയുമ്പോഴാണ് ചിലപ്പോൾ ഈ മറ്റേ ബന്ധങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അഗൈൻ ബ്രോ 7 years എന്ന് പറയുന്നത് ഒരു ഭയങ്കര ലോങ് പീരീഡ് ആണ്. ഫ്രണ്ട്ഷിപ്പിനും അവർ പറയാറുണ്ട് ഒരു 7 years കൂടുതൽ ഒരു ആളുമായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് റിലേഷൻഷിപ്പ്. അത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന ആസ്പെക്ട് ഒക്കെ ഓക്കെയാണ് ബ്രോ. പക്ഷെ ഞാൻ പറയട്ടെ ഒരു കാര്യം, ഒരാൾ ടോക്സിക് ആണെന്ന് തന്നെ വെക്കുക, അത് എന്തിനാണ് 6 മാസം പോലും വിതിന്റെ മന്ത് ഈവൻ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കാരണം പറഞ്ഞു മനസ്സിലാവാത്ത പക്ഷെ അത് പാടാണ് കേട്ടോ. വിതിന്റെ മന്ത് ഒക്കെ പാടാണ്. കാരണം ആലോചിച്ച് നോക്കിയ ബ്രോ, ടോക്സിക് ആയ ഒരാൾ ഒരിക്കലും ടോക്സിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, പുറമേ കാണിക്കത്തില്ല. ഇപ്പൊ ഉദാഹരണം നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ട്രൈറ്റ്സ് ഉള്ള ആൾക്കാർ അവർ ചെയ്യുന്ന എന്താണ്, അവർ പുറമേ അവർ ഭയങ്കര നല്ലവനാണ് ആദ്യം. അതെല്ലാം കഴിഞ്ഞ് കുറെ നാൾ ജീവിതത്തിൽ വരുമ്പോഴായിരിക്കും അവർ മനസ്സിലാക്കുന്നത്. ഞാൻ അത് അഗ്രി ചെയ്തു ബ്രോ. ഞാൻ പറഞ്ഞത് ഈ പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് ബേസ് ആണ് ഞാൻ പറയുന്നത്. പുള്ളി പറയണത് ഹേറ്റ്രഡ് ഉണ്ടാവും എല്ലാം വരുമ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്യണം. അതായത് 10 വർഷം 20 വർഷം കൂടെ വെയിറ്റ് ചെയ്താലേ ട്രൂ ലവ് ഉണ്ടാവുള്ളൂ. അങ്ങനെ പറയുന്നത് വെറും സാക്രിഫൈസ് ആണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അതായത് ബലിയാടുകളാവുക. അതായത് ഒരാൾ ടാക്സിക് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അത് സാക്രിഫൈസ് ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ 20 വർഷം കഴിഞ്ഞ് ഇത് മറ്റേ മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ പോകുന്ന സംഭവം ഇത് തന്നെയാണ്. അയാളുടെ കാലഘട്ടത്തിൽ നിന്ന് അയാൾ മാറിയിട്ടില്ല. ആ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്, നമ്മളുടെ പാസ്റ്റില്ലേ, ഇതും എഗെയിൻ സയൻസ് പറഞ്ഞാണ് ഞാൻ പറയുന്നതല്ല, നമ്മുടെ പാസ്റ്റില് പല കാര്യങ്ങളും നമ്മൾ എപ്പോഴും അത് വലിയ സംഭവമായിട്ട് പറയാറുണ്ട്. നമുക്കത് വലിയ സംഭവങ്ങളായിട്ട് തന്നെ തോന്നും. പക്ഷെ റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ് അത് വലിയ സംഭവങ്ങളൊന്നും ആയിരിക്കില്ല. അതെ, 100% വളരെ വലിയ സത്യമായ പോയിന്റ്. അതാണ് ഈ നൊസ്റ്റാൾജിയയും പാസ്റ്റും ഒക്കെ വന്ന് വലിയ സംഭവങ്ങളായിട്ട് നമ്മൾ പറയാറുള്ളത്. എന്ന് പറയുന്ന പോലെ ഇങ്ങേരുടെ അതായത് ബിലീഫ്സ് ആണ്. വാട്ടെവർ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ് ബ്രോ, നമ്മളിതെല്ലാം ഒരാൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതിന്റെ അന്ന് പഠിച്ച ബിലീഫും തോട്ട്സും ആൾക്കാർ പകർന്നു തരുന്ന എല്ലാം നമ്മൾ. ഇല്ലാതെ നമുക്ക് ഒരു ഐഡന്റിറ്റി ഇല്ല. നിങ്ങൾ ഡൈനേഷ്യസ് എന്നുള്ളൊരു പേര് തോട്ട്സുകൾ ഇതെല്ലാം ജനങ്ങൾ തന്നാണ്, സൊസൈറ്റി തന്നാണ്. ഒന്നും നമ്മുടേതായ ഒരു സാധനം ഇല്ല. അത് നമ്മുടേതായ സാധനം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ എന്ന് നമ്മൾ തുടങ്ങുന്നു, അന്ന് നമ്മൾ വ്യത്യസ്തനായിട്ട് ചിന്തിക്കുകയും അന്ന് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. തീർച്ചയായിട്ടും. അല്ല, അതാണ് ഞാൻ പറഞ്ഞത് ബ്രോ. എൻഡ് ഓഫ് ദ വീഡിയോ നമുക്ക് പറഞ്ഞു നിർത്താൻ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഇതൊരു 300 വ്യൂ കിട്ടിയ ഒരു വീഡിയോ ആണെങ്കിൽ ഐ റിയലി ഡോണ്ട് കെയർ. പക്ഷേ അതിനാണ് എടുത്തു പറഞ്ഞത് 11 മില്യൺ ആൾക്കാർ ഇത് വാച്ച് ചെയ്യും, ഇത്രയും പേര് ലൈക്ക് ചെയ്യുകയും ചെയ്യുന്നിടത്ത് ഇറ്റ്സ് ഇൻഫ്ലുവൻസിങ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് കുറെ പേരുടെ മൈൻഡ് സെറ്റ് അതാണെന്ന് മനസ്സിലാക്കാം നമുക്ക്. അപ്പൊ അതാണ് ഇത് സ്റ്റുപ്പിഡിറ്റി എന്ന് നമുക്ക് ഇത്രേ പറയാനുള്ളൂ. എന്റെ പോയിന്റ് ഓഫ് വ്യൂ അനുസരിച്ച് സത്യം പറഞ്ഞ റബ്ബിഷാണ്, അബ്സല്യൂട്ട് റബ്ബിഷാണ് ഈ പറഞ്ഞത്. കാരണം അദ്ദേഹം ഈ പറയുന്ന പോലെ ഇത്രയും വർഷം ഒരാളുടെ കൂടെ സഫർ ചെയ്ത് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ വലിച്ചു കയറ്റിയിട്ട് ലാസ്റ്റ് ഒരു കോ ഡിപ്പെൻഡന്റ് ആവുക. അവസാനം ഈ അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് 20 വർഷം കഴിയുമ്പോൾ ഒരാളുടെ കൂടെ ജീവിച്ചേ പറ്റൂ. കാരണം ആർക്കും വേണ്ടാത്തൊരവസ്ഥയെത്തും. ആ അവസ്ഥയെത്തുമ്പോൾ ഒരു കോ ഡിപ്പെൻഡന്റ് ആയിട്ട് ചാവുക, അല്ലെ കോ ഡിപ്പെൻഡന്റ് ആയിട്ട് കൂടെ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോഴും നമ്മുടെ കൂടെ ഒരാളുണ്ടല്ലോ, അപ്പൊ അതിന് അയാൾക്ക് തോന്നിയ വികാരത്തിന്റെ പേരാണ് അയാളുടെ പ്രണയം. അവിടെയാണ് ഇതിന്റെ ഒരു കുഴപ്പം. അപ്പൊ ഇത് പറയുമ്പോഴേ ഞാൻ ഒരു കാര്യം ഓർത്തത്, ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ നാട്ടിൽ ചെന്നപ്പോൾ ഒരു കടയിൽ പോയി. അപ്പൊ കടയിൽ ചെന്നപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു പഴയ കൂട്ടുകാരന്റെ കടയാണെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ തപ്പിയിട്ട് ആണ് ആ കട കണ്ടുപിടിച്ചത്. കാരണം ഈ തൂമ്പ കൂന്താലി ഇങ്ങനെയുള്ള സാധനം വിൽക്കുന്ന കടയായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് ഞാൻ ഈ സാധനമൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതെന്ത് പറ്റി ഇപ്പോഴും ഈ പ്രായത്തിലും കട നടത്തുന്ന എന്തിനാണ് എന്ന് വെച്ചാൽ. വയസ്സായി, നല്ല പ്രായമുണ്ട്, അദ്ദേഹം വളരെ പതുക്കെയാണ് കടയിലേക്ക് വരിക. സാധനം അവിടെ കുറെ നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം ആള് വന്നത് സാധനം എടുത്തതെന്നൊക്കെ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
വീട്ടിനകത്ത് കയറിയിരുന്നാലേ ശരിയാകത്തില്ല. എന്നും ബഹളവും വഴക്കും ഒക്കെയാണ്. സംഭവം എന്തുവാ? ഇതുപോലുള്ള റിലേഷൻഷിപ്പ് ടോളറേറ്റ് ചെയ്തിട്ടാണ്. തീർച്ചയായിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്ന് കിടക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ആ കൂടെ ഉള്ള ആൾക്കാർ നമ്മളെ നോക്കി തുടങ്ങുമ്പോൾ അവർക്ക് പ്രണയം ഫീൽ ചെയ്യും. ഇതാണ് ഈ സംഭവം. സെൽഫ് റെസ്പെക്ട് എവിടെ നഷ്ടപ്പെടുന്നു, അതെ, അവിടെ സെൽഫ് റെസ്പെക്റ്റും സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഇല്ലായ്മ എവിടെ വരുന്നു, അവിടെയൊക്കെ മറ്റുള്ളവർ പറയുന്ന കേട്ടും മറ്റുള്ളവർ ചെയ്യുന്നതിന്റെ കൂടെ പോകേണ്ടി വരുന്ന അവസ്ഥയാണ് നമുക്കുള്ളത്. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒപ്പീനിയൻസും ഡെഫിനറ്റ് ഇതിലിടുക. പിന്നെ നമ്മുടെ ചാനൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക. അപ്പോൾ യെസ് ഓർ നോ, ഇത് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങളും നമ്മുടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ബ്രോ. ഏതോ ഒരാൾ പറഞ്ഞൊരു സംഭവമാണ്. അതായത് നമ്മളിപ്പം ഇതും അഗെയിൻ ഒരു സയന്റിഫിക് ഇതിൽ നിന്ന് പറഞ്ഞാണ്. വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി അല്ല വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി അല്ല എന്ന് കൃത്യമായി പറയുന്നു. ഇത് സംഭവം എന്താ വെച്ചാൽ, നമ്മൾ ഒരു വ്യക്തിയോട് കൂടെ ജീവിക്കുന്നു, കല്യാണം കഴിക്കാൻ പോകുന്നെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് യു മസ്റ്റ് സ്റ്റേ അലോൺ ഫോർ യുവർ സെൽഫ്. കാരണം ഒരിക്കലും ആർക്കും പറ്റാത്തൊരു കാര്യം, എല്ലാവരും ഫാമിലിയോടും വീട്ടുകാരോടും ഒക്കെ നാട്ടിലൊക്കെ ജീവിച്ചിട്ട് എക്സാക്ട്ലി. കാരണം നിങ്ങളെ കുറിച്ച് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് സംഭവമാണ്. യാത്രകൾ ചെയ്യുക, ഒറ്റയ്ക്ക് താമസിക്കുക, ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ജീവിക്കുക, കുറച്ചാൾ ചെയ്യുക, എന്നിട്ട് കല്യാണത്തിന്. ഏറ്റവും രസം ഈ പറയണ നമ്മൾ ആരും ചെയ്തിട്ടില്ല ബിഫോർ മാരേജ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അറ്റ്ലീസ്റ്റ് മാരേജ് അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞു വന്നത് ഇൻ ദ ബിഗിനിങ്, ആ ഒരു ടൈമിൽ. അതുകൊണ്ടാണല്ലോ ഇതിപ്പോ പറയുന്നത്. കാരണം ഈ ഒരു എക്സ്പീരിയൻസ് ഒന്ന് മനസ്സിലായതുകൊണ്ടാണല്ലോ. It should be once you understand yourself, you understand everything else എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ എനിവേ എന്തായാലും നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അഭിപ്രായങ്ങളും കൂടെ പറയുക. എന്താ പറയാനുള്ള ലാസ്റ്റ്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം പറയുക. അതപ്പോൾ DJ പറഞ്ഞ പോലെ ഫോളോ ചെയ്യാത്ത ഫോളോ ചെയ്യുക. കമന്റുകൾ ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പം തീർച്ചയായിട്ടും വീണ്ടും ഒരു കോൺവെർസേഷൻ അല്ലേ? അതെ. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടുക. തീർച്ചയായും ലിങ്ക്സ് ഇടുക. നമ്മൾ ഡെഫിനറ്റ്ലി കണ്ടിട്ട് നമ്മൾ നമ്മുടെ ഒപ്പീനിയൻസ് പറയാം. സപ്പോർട്ട് എനിവേ. അടിപൊളി. താങ്ക് യു സോ മച്ച്.